ശരിയാണ്, കൊളംബിയ കഴിഞ്ഞ 28 മത്സരങ്ങൾ പരാജയം അറിഞ്ഞിട്ടില്ല. ലയണൽ മെസ്സിയാണ് ഈ രീതിയിൽ സംസാരിക്കുന്നത്. അതായത് വരുന്ന ഫൈനലിനെ കുറിച്ച് ലയണൽ മെസ്സി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ലയണൽ മെസ്സിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: കൊളംബിയ വേഴ്സസ് ഉറുഗ്വേ സെമി ഫൈനൽ മത്സരം ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. രണ്ട് ടീമുകളും മികച്ച ടീമുകളാണ്. ഞങ്ങൾക്കറിയാം ഈ രണ്ട് ടീമിൽ ഏത് ടീം ഫൈനലിലേക്ക് വന്നാലും ടഫ് ആയിരിക്കും. ഇപ്പൊ കൊളംബിയയുടെ കാര്യം വരികയാണെങ്കിൽ അവർ കുറച്ചു കാലമായിട്ട് പരാജയം അറിഞ്ഞിട്ടില്ല. അവർക്ക് മികച്ച താരങ്ങളുണ്ട്, മികച്ച രീതിയിലാണ് അവർ പന്ത് തട്ടുന്നത്. പക്ഷേ ഫൈനൽ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഫൈനലിലെ കളി വ്യത്യസ്തമായിട്ടുള്ള കളിയാണ്. അപ്പൊ ഞങ്ങൾ ആ രീതിയിലാണ് കാണുന്നത്. ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് തന്നെ കളിക്കാൻ ശ്രമിക്കുമെന്നുള്ള രീതിയിലാണ് ലയണൽ മെസ്സി പറയുന്നത്. ഒരിക്കലും ലയണൽ മെസ്സി ഉറുഗ്വേയും കൊളംബിയയും ചെറുതായി കണ്ടിട്ടില്ല. പക്ഷേ ഫൈനലിലേക്ക് വരുന്ന സമയത്ത് വിജയിക്കാനുള്ള എല്ലാ പരിശ്രമവും അർജന്റീനയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നുള്ള രീതിയിലാണ് ലയണൽ മെസ്സി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കൊളംബിയക്കെതിരെയുള്ള അർജന്റീനയുടെ ഫൈനൽ മത്സരത്തിൽ ആരായിരിക്കും മാൻ ഓഫ് ദി മാച്ച് ആവുക? ഏത് ടീമായിരിക്കും കിരീടം സ്വന്തമാക്കുക? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക.